പറമ്പിൻ്റെ ഒരു ഭാഗം എന്തിനോ വേണ്ടി കുഴിച്ചതാണ്. കുഴിച്ചപ്പോൾ അവിടുന്ന് ഒരു കുപ്പി, അതിൽ കുറേ കെട്ടുകളിട്ടത്, പിന്നെ തകിട്, അതിൽ കുറേ എഴുതിയത്, അങ്ങനെ പ്രത്യക്ഷത്തിൽ എന്തോ ഒരു അദൃശ്യമായ കലകൾ കൊണ്ട് കലാവിരുത് നടത്തിയിട്ടുള്ള, നമ്മൾ കൂടോത്രം അല്ലെങ്കിൽ സെഹർ, മാരണം എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള കുറേ സാധനങ്ങൾ ലഭിച്ചു. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു കാലപ്പഴക്കം നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിൽ രണ്ട് വിഷയങ്ങളാണ് വരുന്നത്. ഒന്ന്, നമുക്ക് വേണ്ടി ആരെങ്കിലും കരുതിക്കൂട്ടി അത് ചെയ്തതാണോ അല്ലേ. രണ്ടാമത്തത്, ആ വീട് നമ്മൾ ഈ അടുത്തെങ്ങാനുമാണ് വാങ്ങിയത്, അതല്ലെങ്കിൽ താമസത്തിനെത്തിയത് എങ്കിൽ അതിനു മുന്നേ ആരെങ്കിലും അത് ചെയ്തു വെച്ചതോ അല്ലെങ്കിൽ രക്ഷാകവചമായിട്ട് ചെയ്തു വെച്ചതോ മറ്റോ ആണോ എന്നത് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം നമ്മുടെ വീടാണ്, നമ്മൾ കുറേ കാലം കൊണ്ട് വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നു എങ്കിൽ അതിൻ്റെ കാലപ്പഴക്കം തന്നെ നോക്കേണ്ടതില്ല. നമ്മൾ അവിടെ ഒന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റാരോ അതവിടെ കൊണ്ടുവച്ചതാണ് എന്ന് മനസ്സിലാക്കാം. ഇനി അതല്ല, നമ്മൾ വാടകയ്ക്കോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തെങ്ങാനും താമസത്തിന് വന്ന സ്ഥലത്തു നിന്നുമാണ് നമുക്കിത് ലഭിക്കുന്നത് എങ്കിൽ മറ്റാരെങ്കിലും വെച്ചതാവാം എന്നനുമാനിക്കാം. ഇനി മറ്റാരെങ്കിലും വെച്ചതാണ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് അത് എടുത്തതുകൊണ്ടോ തൊട്ടതുകൊണ്ടോ നമുക്കെന്തെങ്കിലും പ്രശ്നം വരുമോ എന്നാണ്. കാര്യമായ യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നതാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. പിന്നെയോ അത് കൂടുതൽ നേരം കൈവശം വെക്കാനോ അതിനെ അഴിച്ചു പണിയാനോ അതിലെന്താ എന്ന് കുത്തി നോക്കാനോ, അത് അടക്കപ്പെട്ട കുപ്പിയാണെങ്കിൽ അതിനെ തുറന്ന് നോക്കാനോ അതിനൊന്നും നിൽക്കാതെ അത് കൈകൊണ്ട് തൊട്ടതുകൊണ്ടോ മറ്റോ യാതൊരു പ്രശ്നവുമില്ല. അതിനെ എത്രയും വേഗം ഒഴിവാക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഒന്നുകിൽ അത് കത്തിച്ചു കളയാൻ പറ്റുന്നതാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിട്ട് കത്തിച്ച് അതിനെ നശിപ്പിച്ചു കളയുക. അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ കടലിലോ മറ്റോ കൊണ്ട് എറിഞ്ഞു കളയുക. തിരിച്ചു വന്നിട്ട് നല്ലതുപോലെ ശരീരമൊക്കെ വൃത്തിയാക്കി ശുദ്ധിയാക്കി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ മറ്റ് തഅവൂദാത്തിൻ്റെ ആയത്തുകളും അതുപോലെ ഖുർആനിൻ്റെ സൂറത്തുകൾ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇതൊക്കെ ഓതി നമ്മളൊന്ന് ക്ലിയർ ആവുക. അത് സിഹറാണെങ്കിൽ, കൃത്യമായ മാരണമാണെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഓതുന്നതോടുകൂടെ അതിൽ നിന്നും മുക്തമാവുന്നതാണ്. അല്ലാതെ കാര്യമായി പേടിക്കേണ്ടുന്ന യാതൊന്നും അതിലില്ല. മറ്റൊന്ന്, രണ്ടാമത്തത്, നമ്മെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾ നമ്മുടെ വീടിൻ്റെ മുന്നിലോ പറമ്പിലോ കൊണ്ടുവച്ച് അത് നമുക്ക് ലഭിക്കുകയാണ് എങ്കിൽ ഏറ്റവും ഉത്തമമായ കാര്യമാണത്. എന്ന് പറഞ്ഞാൽ സിഹർ എന്നതിൽ ഏറ്റവും പ്രധാനം അതിനെ ബാത്തിലാക്കുക, അതിനെ നശിപ്പിക്കുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സിഹർ ചെയ്ത ആ ഒരു സാധനം നശിപ്പിച്ചു കളയുക എന്നതാണ്. അത് കണ്ടുകിട്ടുക എന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പം നമുക്ക് ചെയ്ത സിഹറിനെ, നമുക്ക് ചെയ്ത ആ കൂടോത്രം നമ്മുടെ കൺകളിൽ എത്തിപ്പെടുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ കത്തിച്ചു നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കത്തിച്ചു നശിപ്പിച്ചു കളയുക. അതല്ലെങ്കിൽ കടലിലോ ആറ്റിലോ ഒക്കെ കൊണ്ട് കളയുക. ഏറ്റവും നല്ലത് അതിനെ ഇല്ലാതാക്കിയിട്ട്, അതിപ്പോൾ ഒരു കുപ്പിയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിനൊരു കുപ്പിയാണെങ്കിൽ ആ കുപ്പി വേറെ ഒരു വലിയൊരു കവറിലൊക്കെ ഇട്ട് അതിനെ എന്ത് ചെയ്യുക,
നശിപ്പിക്കുക, തല്ലി പൊട്ടിക്കുക, അങ്ങനെ അതിനകത്തിട്ട് നശിപ്പിക്കുക. അതിനുശേഷം അതിനെ കൊണ്ട് കളയും. തകിടാണെങ്കിൽ തകിടുകളിൽ പിന്നെ കളങ്ങൾ വരച്ചിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ടുള്ള ഇതാണെങ്കിൽ അതിനെ കത്രിക കൊണ്ട് മുറിച്ച് അതിനെ കട്ട് ചെയ്തതിന് ശേഷം അതിനെ എരിക്കുക, കത്തിക്കുക. ഇങ്ങനെ അതിനെ നശിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നശിപ്പിക്കുന്നതോടുകൂടെ 90% ആ സിഹറിൻ്റെ ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജൂതനായ മനുഷ്യൻ സിഹർ ചെയ്തപ്പോൾ ദർവാൻ എന്ന് പറയുന്ന ഒരു കിണറ്റിലാണ് സിഹർ ചെയ്തു വെച്ചത്. ആ കിണറ്റിൽ ആ സിഹറിൻ്റെ കാഠിന്യം കൊണ്ട് കിണറ്റിലെ വെള്ളം മൈലാഞ്ചി നിറം പോലെയായിപ്പോയി എന്നൊക്കെ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കിണറ്റിൽ നിന്നും സിഹർ ചെയ്തു വെച്ച ആ സാധനം, ആ വസ്തുവിനെ എടുത്തിട്ട് അതിനെ നശിപ്പിക്കുകയും ചെയ്തപ്പോൾ ഉന്മേഷവാനായി തീർന്നു. അതിനെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത്. അതോടുകൂടെ ഉന്മേഷവാനായി തീർന്നു എന്നതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെയും മറ്റും പരിസരത്ത് നിന്നും നമുക്ക് തന്നെ ചെയ്തു എന്ന് കരുതപ്പെടുന്ന സിഹറായിരുന്നാലും വസ്തുക്കളായിരുന്നാലും അത് ഒരു ഭാഗ്യമായി കാണുക. നിങ്ങളുടെ കണ്ണിൽ കാണിച്ചു തന്നത് പടച്ചവൻ്റെ ഒരു അനുഗ്രഹമാണ് എന്ന് കരുതി അതിനെ നശിപ്പിച്ച് അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുക. പിന്നെ നമുക്ക് സിഹർ ലഭിച്ചത്, നമുക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും തങ്ങന്മാർ പറഞ്ഞു. അങ്ങനെ ആ സിഹറിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മറ്റ് ഭവനങ്ങളിലുമൊക്കെ കണ്ടു തുടങ്ങിയാൽ, ആരോ ഒരാൾ സിഹർ ചെയ്ത് വച്ചിട്ടുണ്ട്, അത് നമ്മുടെ കണ്ണിലേക്ക് കണ്ടെത്താൻ നമുക്ക് നമ്മുടെ കണ്ണിൽ, നമ്മുടെ പറമ്പിലോ നമ്മുടെ വീടിൻ്റെ പരിസരത്തോ ഒക്കെയാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ അത് നമ്മുടെ കണ്ണിലേക്ക് കാണിച്ചു തരാൻ ഏറ്റവും നല്ലൊരു മാർഗം, വീട്ടിൽ സൂറത്തുൽ കൗസർ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ആ സൂറത്ത് 313 പ്രാവശ്യം ഓതി പൂർത്തിയാക്കിയാൽ ഇൻഷാ അല്ലാഹ് ആ സിഹർ നമ്മുടെ പറമ്പിലോ നമ്മുടെ അധീനതയിലുള്ള ഏതെങ്കിലും ഭാഗത്തോ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം നമുക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു തരും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ അത് കണ്ണിൽ കണ്ടുകിട്ടുക എന്നത് വലിയ ഒരു നേട്ടമാണ് എന്നുകൂടി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്.